വീടിന് സ്ഥലം നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ പുരയിടം എന്ന് പറയുന്ന ഒരു പ്ലോട്ട് കിട്ടാൻ വലിയ പാടാണ്. എല്ലാം പാടം നികത്തിയ പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ. പാടം നികത്തിയ പ്ലോട്ടിൽ സാധാരണഗതിയിൽ വാസ്തുശാസ്ത്രപ്രകാരം വീട് വയ്ക്കരുതെന്നാണ്, പക്ഷെ വേറെ നിവർത്തിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റൊക്കെ കൂടി വരും, കുഴിക്കും തോറും വെള്ളം വന്നുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എൻജിനീയറുമായി പങ്കിട്ട് അത് വേണ്ട രീതി ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ പാടം നികത്തി വീട് വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡിൽ നിന്നും 5 അടി പൊക്കത്തിൽ മാത്രമേ വീടിൻ്റെ എൻട്രൻസ് വരാൻ പാടുള്ളൂ. 5 അടി പൊക്കത്തിലായിരിക്കണം വീടിൻ്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൻ്റെ താഴെ മുഴുവനും പടിയായിരിക്കണം. 5 അടി ഹൈറ്റ് ഉണ്ടായിരിക്കണം. കിഴക്ക് നോക്കിയാണ് ഒരു വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ കിഴക്ക് കുളമാകാം, അല്ലെങ്കിൽ വാട്ടർ ചാനലാകാം. അതുപോലെ വടക്കോട്ട് നോക്കി വയ്ക്കുന്ന വീടിനും വടക്ക് ദർശനത്തിൽ അവിടെയും ഒരു ചാനലോ കുളമോ ആകുന്നതിൽ തെറ്റില്ല. എന്നാൽ തെക്ക് ഭാഗത്ത് ഒരിക്കലും കുളം വരാൻ പാടില്ല. പടിഞ്ഞാറ് താഴ്ന്നു കിടക്കുന്ന ഭൂമി യാതൊരു കാരണവശാലും വീട് വയ്ക്കാൻ അഭികാമ്യമല്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വീടുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ ഒരു സ്ക്വയർ പ്ലോട്ടായിരിക്കണം. ആ പ്ലോട്ടിൽ ചെന്ന് നോക്കിയിട്ട് കോമ്പസ് വെച്ച് നോക്കുക. അതായത് എക്സാക്റ്റ് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ആണോ എന്നുള്ള കണ്ടുപിടിച്ച് വേണം വീട് വയ്ക്കാൻ. ചിലപ്പോൾ വീട് വയ്ക്കുന്നത് വിദിക്കിലായിരിക്കും. വിദിക്ക് എന്ന് പറഞ്ഞാൽ നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക്, സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക്, അങ്ങനെയുള്ളതാണ് വിദിക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡയറക്ഷൻസിൽ ഒരിക്കലും വീട് വയ്ക്കരുത്. മനസ്സമാധാനം ആ വീടിനകത്ത് കിട്ടുകയില്ല എന്നുള്ളതാണ്. പക്ഷേ പല പ്ലോട്ടുകൾ അങ്ങനെ കാണുന്നുണ്ട്. അവിടെ ചെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ആ വീടിനെ തിരിച്ചു വയ്ക്കാനും പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ആ മാർക്കിംഗ് എക്സാക്റ്റ് ഈസ്റ്റ് ഓർ നോർത്ത് ഓർ സൗത്ത് ഓർ വെസ്റ്റ് ആ രീതിയിൽ വീട് ചരിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്ലോട്ടുകൾ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിഴക്ക് ദർശനമുള്ള വീടുകൾക്ക് മുന്നിൽ കുളം വരാം, ചാലുകൾ വരാം, വടക്ക് ഭാഗത്ത് വരാം, തെക്ക് ഭാഗത്ത് വേണ്ട, പടിഞ്ഞാറ് ഭാഗത്തും വേണ്ട. പടിഞ്ഞാറ് താഴ്ന്നു കിടക്കുന്ന ഭൂമിയും നമുക്ക് യാതൊരു കാരണവശാലും വീടിന് അത്ര യോഗ്യമല്ല. വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്ലോട്ടുകളെല്ലാം തന്നെ സമചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആണെന്ന് പറഞ്ഞു, വശങ്ങളെല്ലാം എണ്ണിക്കൊള്ളണമെന്ന് പറഞ്ഞു. 4 വശങ്ങളെ പാടുള്ളൂ. ആ 4 വശങ്ങൾ കൂടാതെ ഈ പ്ലോട്ടിനകത്ത് യാതൊരു കാരണവശാലും ഒരു ശവസംസ്കാരം നടന്ന ഭൂമി ആകരുത്. ശവസംസ്കാരം നടന്ന ചില പ്ലോട്ടുകളൊക്കെ കിട്ടാറുണ്ട്, അത് സൂക്ഷിച്ചു കൊള്ളണം. അതെപ്പോഴറിയാൻ പറ്റുള്ളൂ, നമ്മൾ കുഴിച്ച ഫൗണ്ടേഷന് കുഴിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ ഭൂമി വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ കത്തിച്ച് കളഞ്ഞിരുന്നുവെങ്കിലും അതെങ്ങനെയുള്ള മരണം നമുക്കറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഭൂമി വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ തുടക്കത്തിൽ നമ്മൾ മേടിക്കുമ്പോൾ എങ്ങനെയുള്ള ഭൂമിയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എന്നാൽ സൂക്ഷിച്ച് വാങ്ങുന്നത് നല്ലതായിരിക്കും. കോമ്പസ് വെച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും അതിനകത്ത് അസ്ഥി കൂടം വല്ലതും ഉണ്ടോ എന്നുള്ളത് നല്ല വാസ്തുവിദഗ്ധൻ അറിയാൻ സാധിക്കും.